സരിസ, അതിന് സമീപത്ത് തന്നെയാണ് കൗൺസിലറുടെ ഓഫീസും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു സ്ഥലപരിമിതി, അസൗകര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? MLA അവിടെ ഓഫീസിലെത്തിയിട്ടുണ്ടോ? ദിവ്യ, ഇവിടെ ശാസ്തമംഗലം മെയിൻ റോഡിലെ ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ MLA കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന്റെ താഴെ മേലെയായിട്ടാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് വരുന്നത്. അതിന് താഴെയായിട്ടാണ് ഇത്തരത്തിൽ MLAയുടെ ഓഫീസ് വരുന്നത്. നമുക്ക് കാണാം, ഇതാ നേരെ കയറി ചെല്ലുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യം തന്നെ കയറി ചെല്ലുന്ന ഇടത്താണ് MLAയുടെ ഓഫീസ് വരുന്നത്. ഇത്തരത്തിൽ നമുക്ക് MLAയുടെ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA, നമുക്ക് ആ ബോർഡ് കാണാം. നേരെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കയറി ചെല്ലുന്ന ഇടത്ത് തന്നെ MLAയുടെ ഓഫീസാണ്. ഇത്തരത്തിൽ ഇവിടെ മാർച്ച് 2026 മാർച്ച് 31 വരെ കാലാവധി ഉണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. നേരത്തെ MLAയും ഇത് വ്യക്തമാക്കിയിരുന്നു. MLAയുടെ ഓഫീസിൽ ഇതാണ്, ഇത്രയും സൗകര്യത്തിലാണ് MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മേയറുടെ മുറിയും വരുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും അടുത്തായിട്ട് ശാസ്തമംഗലം മെയിൻ റോഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് ജനങ്ങൾക്ക്, വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ഏറ്റവും അടുത്തായി എത്തിച്ചെല്ലാൻ, MLA ഏത് സാഹചര്യത്തിലും എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഓഫീസ് വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഓഫീസിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ MLA ഇവിടെ എത്തിയിട്ടില്ല, എന്നാൽ MLA കാണാൻ വേണ്ടി വന്നവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് തന്നെ ഈ ലൈസൻസിന്റെ കാര്യം നേരത്തെ MLA തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇവിടെ 2026 മാർച്ച് 31 വരെ ഇവിടെ തുടരാനുള്ള, നിയമപരമായി ഇവിടെ തുടരാനുള്ള രേഖകൾ ഉണ്ട് എന്ന കാര്യം MLA വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ശ്രീലേഖ ഈ കെട്ടിടം ഒഴിയണം, MLA ഓഫീസ് മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. സൗകര്യക്കുറവാണ് പറയുന്നത്. ഇവിടെ നിയമപരമായിട്ട് ഇവിടെ തുടരാനുള്ള എല്ലാ സാഹചര്യവും ഇല്ലേ? അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA തെരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ ഒരു ഓഫീസ് സ്പേസ് കൗൺസിലറോട് ആവശ്യപ്പെടുകയും കൗൺസിലർ അംഗീകരിച്ച് വാടക നിശ്ചയിച്ച് ഓഫീസ് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വർഷാവർഷം അതിന്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് പുതുക്കി വരികയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 18/2/2025 ഈ കാലാവധി പുതുക്കുന്നതിനായിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ നമ്മുടെ ഈ 15ാം നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് 2026 മെയ്യിലാണ്. അപ്പോൾ 2026 മെയ് വരെ കാലാവധി അവസാനിക്കുന്നവരെ നമ്മുടെ വാടക കരാർ പുതുക്കി നൽകണം എന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടരുന്നത്. പിന്നെ ഇത് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് രേഖാമൂലം നഗരസഭാ കൗൺസിൽ അംഗീകരിച്ച് നഗരസഭാ സെക്രട്ടറിയാണ് നമ്മൾ അറിയിക്കേണ്ടത്. ആ പ്രൊസീജിയർ വരുന്ന സമയത്ത് നോക്കാമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31 വരെ ഇവിടെ തുടരാനുള്ള കാലാവധി ഉണ്ട്. മെയ് 31 വരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിക്വസ്റ്റ് കൗൺസിൽ റിജക്ട് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ 10 മാസത്തിലധികമായി റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇതുവരെ റിജക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നമുക്ക് മെയ് 31 വരെ അനുവദിച്ചായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ BJP ഭരണമേറ്റ ഒരു സ്ഥിതിഗതിയാണല്ലോ. ഈ കൗൺസിലാണ്, മേയറാണ് ഇത്തരം അലോക്കേറ്റ് ചെയ്യുന്നത് ഈ കോർപ്പറേഷന്റെ പരിധിയിലുള്ള കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഇത് റദ്ദ് ചെയ്യാനുള്ള, നിലവിലുള്ള ഈ ഒരു കാലാവധി റദ്ദ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അതെ, ഇത് നഗരസഭ കൗൺസിലർമാർക്ക് നഗരസഭയുടെ കെട്ടിടം വാർഡിനകത്തുണ്ടെങ്കിൽ അത് അനുവദിക്കുകയോ അല്ലെങ്കിൽ പകരം സൗകര്യമായ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് നൽകുകയാണ് നഗരസഭാ കൗൺസിൽ ചെയ്യുന്നത്. അതിന് നിശ്ചിത വാടക കൂടി കൗൺസിൽ അനുവദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വാർഡ് കൗൺസിലർ മേയർക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും മേയർ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും സെക്രട്ടറി പരിശോധിച്ചതിന് ശേഷം ഇവിടെ സൗകര്യപ്രദമാണെങ്കിൽ ഇവിടെ അനുവദിക്കുകയും ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കെട്ടിടം അനുവദിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ നിലവിൽ വാടകയ്ക്ക് കൊടുത്തതിന് കെട്ടിടം ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അത് കൗൺസിൽ അംഗീകരിച്ച് സെക്രട്ടറി നമ്മുടെ രേഖാമൂലം അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഔദ്യോഗിക നടപടിക്രമം. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. MLA പറയുകയുണ്ടായി, ഇത്തരത്തിൽ നിയമപരമായിട്ട് ഇത് ഇവിടെ ഒഴിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും? അല്ല, MLA രാവിലെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കടിച്ചു പോകുമെന്ന് MLAക്ക് യാതൊരു താല്പര്യവും നിർബന്ധവും ഇല്ല. നിയമപരമായി വരികയാണെങ്കിൽ, അതായത് നിയമപരമായി അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കാം എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ നിയമപരമായിട്ട് തന്നെ അനുവദിച്ചൊരു കാലാവധി ഉണ്ട്. ഇനിയൊരു 3-4 മാസക്കാലമാണ് ഈ നിയമസഭയുടെ കാലാവധിയുള്ളത്. ആ കാലാവധി വരെ ഇവിടെ തുടരാൻ നമുക്ക് അനുമതി ഉള്ളതാണ്. അപ്പോൾ ഇവിടെ തുടരാൻ തന്നെ നോക്കും. ഇല്ല, കൗൺസിൽ പാസ്സാക്കി നമ്മളെ രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറുന്ന കാര്യം അപ്പോൾ ആലോചിക്കാം. അത് പാർട്ടി നേതാക്കളോട്ട് ആലോചിച്ചിട്ട് MLA അറിയിക്കും. ഈ ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു സൗകര്യ പ്രശ്നമുണ്ടോ? അത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാമല്ലോ. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് കൗൺസിലർമാർ ഉപയോഗിക്കുന്ന മുറിയാണ്. തൊട്ട് മുന്നത്തെ കൗൺസിലും BJPയുടെ കൗൺസിലറായിരുന്നു. അദ്ദേഹം ആ മുറി തന്നെയാണ് ഉപയോഗിച്ചത്. അതിന് മുന്നിൽ വനിതാ കൗൺസിലറായിരുന്നു, അവരും ആ മുറി തന്നെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാവുന്നല്ലോ. ഇത്തരത്തിൽ ശാസ്തമംഗലം മെയിൻ റോഡിന്റെ അടുത്ത് തന്നെയുള്ള ഓഫീസാണ്, ജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നത്. ഇതുപോലത്തെ മറ്റൊരു ഓഫീസ് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതറിയില്ല. നഗരസഭയുടെ അസറ്റ് പരിശോധിക്കണം. നഗരസഭയ്ക്ക് എവിടെയാണ് സ്വന്തമായിട്ട് കെട്ടണം, അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് എടുക്കാന്നുള്ളത് നമുക്കാണോ?
യെസ്, എന്തായാലും വിവാദത്തോട് പ്രതികരിക്കുകയാണ് ജീവനക്കാർ. തിരുവനന്തപുരത്ത് സംസ്ഥാനത്തൊട്ടാകെ വലിയ ചർച്ചയായിരിക്കുകയാണ് ആർ ശ്രീലേഖയുടെ കൽപ്പന. വി കെ പ്രശാന്ത് MLA ആ ഓഫീസ് ഒഴിയണം എന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആർ ശ്രീലേഖയ്ക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ എന്നാണ് CPM നേതാക്കളുടെ ചോദ്യം. പക്ഷേ അത് സൗഹൃദത്തിന്റെ പേരിൽ ആവശ്യപ്പെട്ടതാണ് എന്നാണ് മേയർ VV രാജേഷിന്റെ ന്യായീകരണം.